Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് ആണ്. ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റിന്റെ അതേ ടെക്സ്ചർ തന്നെയാണ് ഈ ബിസ്ക്കറ്റിനുമുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഓവൻ വേണമെന്നില്ല. സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഓവൻ ഇല്ലാത്തവർക്കായിട്ട് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ബിസ്ക്കറ്റ് വളരെയധികം ഇഷ്ടമാവും. ഈ ബിസ്ക്കറ്റ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് ഇട്ട ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഈ മാവിൽ നന്നായിട്ട് മിക്സ് ആവണം. അതിനായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയുടെ മണമൊന്ന് മാറി കിട്ടാനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എസൻസ് കൂടെ ഒഴിച്ച ശേഷം ഈ മുട്ടയെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്ത ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരണം. ഇതുപോലെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ ശേഷം 1/4 കപ്പ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കൂടെ ചേർത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ എടുക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുള്ള ബട്ടറാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടർ ആണെങ്കിൽ അല്പം ഒന്ന് ചൂടാക്കി മെൽറ്റായ ശേഷം ഉപയോഗിക്കാം. ഇനി ബട്ടർ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ എണ്ണ ഉപയോഗിച്ചാലും മതി. ഇനി ഇതിൽ കുറേശ്ശെ മാവ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഗോതമ്പ് മാവ് ഓരോ രാജ്യത്തും കിട്ടുന്നതിൽ വ്യത്യാസമുണ്ടാവും. അതുപോലെ തന്നെ ഓരോ ബ്രാൻഡ് ഗോതമ്പ് മാവിലും വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കുഴച്ച ശേഷം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അല്പം കൂടെ ഗോതമ്പ് മാവ് ചേർത്ത് കുഴച്ചെടുക്കണം. മാവ് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളമോ പാലോ ചേർക്കാതെയാണ് കുഴച്ചെടുക്കേണ്ടത്. വെള്ളമോ പാലോ ചേർത്ത് കഴിഞ്ഞാൽ ബിസ്ക്കറ്റിന്റെ കളറ് മാറിപ്പോവും. അതുപോലെ തന്നെ ടെക്സ്ചറും മാറി കുക്കീസിന്റെ പോലെ ആയി പോവും. അതുകൊണ്ട് പാലോ വെള്ളമോ ചേർക്കാതെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. സാധാരണ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ മാവെടുക്കുന്ന അതേ അളവ് തന്നെ ബട്ടർ കൂടെ ചേർക്കാറുണ്ട്. പക്ഷേ അതിന് പകരമാണ് ഒരു മുട്ട കൂടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ബിസ്ക്കറ്റിന്റെ ടെക്സ്ചറിലൊന്നും വ്യത്യാസം വരാതെ തന്നെ ബട്ടറിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ കുഴച്ചെടുത്ത ശേഷം ഞാനിതിൽ 1/4 കപ്പ് മാവ് കൂടെ ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മാവ് ചേർത്ത് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. മാവ് ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് മുറിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിനെ പരത്തിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ മാവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മുകളിൽ വീണ്ടും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൂടെ വെച്ച ശേഷം ഇതുപോലെ ഒരു കപ്പിൻ്റെ അടിവശം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പരത്തി കിട്ടും. ഇത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടി കൂടി പോകരുത്. സാധാരണ ചപ്പാത്തിയേക്കാളും അല്പം കൂടെ തിക്നെസ് ഉണ്ടായാൽ മതി. ഇതുപോലെ പരത്തിയെടുത്ത ശേഷം ബിസ്ക്കറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. കട്ട് ചെയ്തെടുത്ത ശേഷം സൈഡ് ഇതുപോലെ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സാധാരണ ബിസ്ക്കറ്റിന്റെ മുകളിൽ കാണുന്ന ഡിസൈൻ കിട്ടാനായിട്ട് ഇതുപോലെ ഒരു കമ്പിയോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇതുപോലെ ഓരോ ബിസ്ക്കറ്റായിട്ട് പരത്തിയെടുക്കുന്നതിന് പകരം ചപ്പാത്തി പോലെ വലിയ ഷീറ്റായിട്ട് പരത്തിയെടുത്ത ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ആദ്യം ഈ ബിസ്ക്കറ്റിനെ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് വെച്ചു കൊടുക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ കൂടെ ഇട്ട ശേഷമാണ് ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇളക്കിയെടുക്കാൻ എളുപ്പമുണ്ടാവും.
അതുപോലെ തന്നെ കളർ മാറിപ്പോകാതെ ബേക്ക് ചെയ്തെടുക്കാനും പറ്റും. ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള പാത്രമാണ് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഉപയോഗശൂന്യമായ കുക്കർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ച ശേഷം അതിനകത്തേക്ക് ഇതുപോലെ ഒരു വളയം കൂടെ ഇറക്കി വെക്കുന്നുണ്ട്. അതിന് മുകളിലാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രം 4-5 മിനിറ്റ് മുമ്പ് തന്നെ നന്നായി ചൂടാക്കി വെക്കണം. മാവ് വെച്ചു കൊടുത്ത ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ബേക്ക് ചെയ്യാൻ വെച്ച ശേഷം 30 മിനിറ്റാണ് സ്റ്റൗവിൽ ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം. ഓരോ സ്റ്റൗവിലും ചൂടിൽ വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് 25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം. സ്റ്റൗവിൽ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്ന ബിസ്ക്കറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഈ ബിസ്ക്കറ്റിനെ ഒന്ന് മറിച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കുന്നുണ്ട്. ബിസ്ക്കറ്റിൻ്റെ മുകൾ വശം കൂടെ നല്ല കളറായിട്ട് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3 മിനിറ്റിന് ശേഷം പാത്രം തുറന്ന് നോക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി മാവിനെ ഇതുപോലെ പരത്തിയെടുത്ത ശേഷം ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ച ശേഷം 160 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം. ഓവനിലും ചിലപ്പോൾ ചൂട് വ്യത്യാസമുണ്ടാവും. 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ബേക്ക് ആയിട്ടില്ലെങ്കിൽ 3-4 മിനിറ്റ് കൂടെ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ബിസ്ക്കറ്റ് എല്ലാം ഇപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അളവ് വെച്ചിട്ട് 16 ബിസ്ക്കറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കാണാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.